ഹായ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് പപ്പായ കൊണ്ട് അടിപൊളി ഒരു കറിയാണ്. ശരിക്കും നമ്മുടെ ബീഫ് കറിയൊക്കെ പോലെ ഒരു ഒത്തിരി മസാലയൊക്കെ ചേർത്തിട്ടുള്ള ഒരു അടിപൊളി കറിയാണ്. നമ്മൾ വറുത്തരച്ച ചിക്കൻ കറിയൊക്കെ ഉണ്ടാവില്ലേ, അതുപോലെ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ്. ശരിക്കും വെറൈറ്റി ആയിട്ടുള്ളൊരു കറിയാണ്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കാമെന്നാണ് നമ്മൾ നോക്കുന്നത്. ഞാനൊരു പപ്പായ എടുത്തിട്ടുണ്ട്. ഇത് കംപ്ലീറ്റ് എടുക്കണില്ല, ഇതിൻ്റെ ഒരു ഹാഫ് പോർഷനേ എടുക്കുന്നുള്ളൂ. അത്യാവശ്യം നല്ല മൂപ്പായത് വേണം എടുക്കാൻ. എന്നിട്ട് തൊലി കളഞ്ഞ് കഴുകി ഇതുപോലെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. കുറച്ച് വലിയ കഷ്ണങ്ങളായിട്ടാണ് നമ്മൾ മോരുകറിക്കൊക്കെ ചെയ്യണത് പോലെ കുറച്ച് വലിയ കഷ്ണങ്ങളായിട്ടാണ് കട്ട് ചെയ്തിട്ടുള്ളത്. ഇനി നമ്മളിതിലേക്ക് വേണ്ടിയിട്ടൊരു മസാല തയ്യാറാക്കണം. അതിന് വേണ്ടി ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. അതിലേക്ക് 1/2 ടീസ്പൂൺ പെരുംജീരകം ഇട്ട് കൊടുക്കുന്നുണ്ട്. പെരുംജീരകം തന്നെ ഇടണം, ചെറിയ ജീരകം ഇട്ട് പോകരുത്. അതുപോലെ വെളുത്തുള്ളി, ഒരു 4 അല്ലി വെളുത്തുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. കരിഞ്ഞു പോവാതെ നോക്കണം, ലോ ഫ്ലെയിമിലിടുക. പിന്നെ അതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുത്തു. കറിവേപ്പിലയൊക്കെ കുറച്ച് കൂടുതൽ ഇട്ട് കഴിഞ്ഞാൽ നല്ലതാണ്. എന്നിട്ട് അതും ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. അതിലേക്ക് നമ്മൾ തേങ്ങ ചിരവിയതാണ്. ഏകദേശം 1 കപ്പ് തേങ്ങ ചിരവിയത് ഇട്ട് കൊടുക്കുന്നുണ്ട്. 1 കപ്പോളം കഷ്ടിച്ച് ഒരു 1/4 കപ്പിൻ്റെയും 1 കപ്പിൻ്റെ ഇടയ്ക്കായിട്ട് എടുത്തിട്ടുണ്ട്. ഞാൻ തേങ്ങ ചിരവി ഫ്രിഡ്ജിൽ വെച്ചതായിരുന്നു, അതുകൊണ്ടാണ് അതങ്ങനെ കട്ടിയായിട്ടിരിക്കുന്നത്. ഇനി നന്നായിട്ട് തന്നെ ഒന്ന് വറുത്തെടുക്കുക. ഏകദേശം നമ്മൾ സാമ്പാറിനൊക്കെ വറുക്കണ പോലെ നമ്മൾ വറുത്തരച്ച ചിക്കൻ കറി ആയാലും അത്യാവശ്യം നന്നായിട്ട് വറവാവണമല്ലോ. അപ്പോൾ ഇത് കണ്ടില്ലേ, കളർ മാറി വന്നിട്ടുണ്ട്. നന്നായിട്ട് തന്നെ ഒന്ന് വറുത്തെടുക്കുക. ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ചെയ്യാൻ. ഏകദേശം ഈ കളറാവുമ്പോൾ നമ്മൾ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. മഞ്ഞൾപ്പൊടി ഇട്ട ഉടനെ തന്നെ മറ്റ് മസാലപ്പൊടികൾ ഇടണ്ട. മഞ്ഞൾപ്പൊടിയുടെ ആ റോ ടേസ്റ്റ് ഒന്ന് മാറുന്നവരെ ആ എണ്ണയിൽ കിടന്നൊന്ന് വഴന്ന് വരട്ടെ. മഞ്ഞൾപ്പൊടിയുടെ റോ ടേസ്റ്റ് മാറിയതിന് ശേഷം നമ്മൾ 1 ടീസ്പൂൺ നിറയെ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ 1 ടീസ്പൂൺ നിറയെ തന്നെ മുളക് പൊടി ഇട്ടു. മുളകൊക്കെ പിന്നെ ഓരോരുത്തരുടെ എരിവിനനുസരിച്ച് തീരുമാനിക്കാം. പിന്നെ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി. സാധാ മുളക് പൊടിയാണ്. കാശ്മീരി മുളക് പൊടിയൊക്കെ ആണെങ്കിൽ കുറച്ചും കൂടിയും കൂടുതലൊക്കെ വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. എരിവിനനുസരിച്ച് തീരുമാനിക്കാവുന്നേ ഉള്ളൂ. എന്നിട്ട് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ കുറച്ച് സമയം ഒന്നങ്ങ് റോസ്റ്റ് ചെയ്തെടുക്കുക. അതിൻ്റെ ആ ഒരു റോ ടേസ്റ്റൊക്കെ മസാലപ്പൊടികളുടെ റോ ടേസ്റ്റൊക്കെ ഒന്ന് പോവട്ടെ. അതിനുശേഷം നമ്മൾ നല്ല പേസ്റ്റായിട്ട് ഇത് അരച്ചെടുക്കണം. നല്ല മഷി പോലെ അരച്ചെടുക്കണം. ചൂടാറിയതിന് ശേഷം അരച്ചാൽ മതി. അപ്പോൾ ആ സമയം കൊണ്ട് നമ്മൾ കറി ഉണ്ടാക്കാനുള്ള പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ഒരു 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ തന്നെയാണ് നമ്മൾ ഈ കറിയിൽ മൊത്തത്തിൽ ഉപയോഗിച്ചിട്ടുള്ളത്. എണ്ണ ചൂടായി വരുമ്പോൾ നമ്മളതിലേക്ക് ഉലുവയാണ് ഇട്ട് കൊടുക്കുന്നത്. ഉലുവ ഒരു നുള്ള് മതി, ഒരുപാട് വേണ്ട. അപ്പോൾ ഞാൻ ഇട്ടത് നിങ്ങൾ കണ്ടു കാണും. ഉലുവ ഒന്ന് പൊട്ടി വരുമ്പം കടുക് ഇട്ട് കൊടുക്കുക. ഉലുവയുടെ ടേസ്റ്റ് നല്ലൊരു ടേസ്റ്റാണ് ഇതിന്. ഉലുവ ഇഷ്ടമില്ലാത്തവർക്ക് ഒഴിവാക്കുക, പക്ഷേ ഉലുവ ഇട്ട് കഴിഞ്ഞാൽ നല്ലതാണ്. ഉലുവയും കടുകും ഒന്ന് പൊട്ടി വരുമ്പോൾ കറിവേപ്പില ഇട്ട് കൊടുക്കുക. നമ്മൾ നേരത്തെ തേങ്ങ വറുക്കുമ്പോൾ കറിവേപ്പില ചേർത്തിട്ടുണ്ട്, എന്നാൽ പോലും ഇവിടെ ഒന്ന് കറിവേപ്പില ഇട്ട് കൊടുക്കുക. അതിലേക്ക് വെളുത്തുള്ളിയാണ്. വെളുത്തുള്ളി ഒരു 2 അല്ലി ഞാൻ ചെറുതായിട്ട് അരിഞ്ഞതാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ ഒരു ചെറിയ സവാള ചെറുതായിട്ട് സ്ലൈസ് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട്. തീരെ ചെറിയ സവാളയാണ്. അപ്പോൾ ഒരു സവാളയൊക്കെ കുറച്ച് വലുതാണെങ്കിൽ 1/2 പകുതി എടുത്താൽ മതി. ഇത് തീരെ ചെറുതാണ്. എന്നിട്ടത് ആ എണ്ണയിലിട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. സവാള നല്ല ചെറുതായിട്ടാണ് ഞാൻ കട്ട് ചെയ്തിട്ടുള്ളത്. പെട്ടെന്ന് തന്നെ വഴന്ന് വരാൻ എളുപ്പമാണ്. അതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള മസാലക്കൂട്ട് ഒഴിച്ചു കൊടുക്കുക. തേങ്ങയും എല്ലാം കൂടി ചേർത്തിട്ടുള്ളത് ഒഴിച്ചു കൊടുക്കുക. ഇനി ആ മിക്സിയുടെ ജാറിൽ തന്നെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതും കൂടി ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ കറിയുടെ തിക്നെസ് എത്രത്തോളം വേണം എന്നുള്ളത് നമുക്ക് തന്നെ തീരുമാനിക്കാം. അത് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച്. പക്ഷേ കുറച്ച് നല്ല തിക്കായിട്ടുള്ളൊരു കറി ആകുമ്പോഴാണ് ഇത് ടേസ്റ്റ് ഉണ്ടാവുക. ഇനി ഇതൊന്ന് ജസ്റ്റ് ഒന്ന് തിളച്ചിട്ട് വരണം.
വെള്ളം നമ്മുടെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, വെള്ളം നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് തീരുമാനിക്കാം. ഞാൻ അടച്ച് വെച്ച് ഒന്ന് തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. തിളച്ച് വരുമ്പോൾ നമ്മൾ ഇതിലേക്ക് ഉപ്പ് ഇതുവരെ ചേർത്ത് കൊടുത്തിട്ടില്ല. അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. പപ്പായ എത്രയുണ്ട് എന്നുള്ളതിനനുസരിച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ആ കൂടെ തന്നെ ഒരു തക്കാളി സ്ലൈസ് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്. തക്കാളി ചെറുതായിട്ടാണ് ഞാൻ കനം കുറച്ചാണ് സ്ലൈസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ തക്കാളി തന്നെ വേണം നിർബന്ധമല്ല. പുളി ചേർക്കുകയാണെങ്കിൽ വളരെ കുറച്ച് മാത്രം, ഒരു നെല്ലിക്കയുടെ പകുതി വലിപ്പത്തിലുള്ള പുളി പിഴിഞ്ഞൊഴിച്ചാൽ മതി. ഒരുപാട് പുളി വേണ്ട. പക്ഷെ തക്കാളി ഇടുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് ഉള്ളത്. ഇനി അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള പപ്പായ ഇട്ട് കൊടുക്കുകയാണ്. പപ്പായ നല്ല മൂപ്പായതാവണം, എന്നാൽ കളർ മാറാനൊന്നും പാടില്ല. ആ ഒരു പരുവത്തിലുള്ളത് എടുക്കുക. അപ്പോൾ പപ്പായയും കൂടിയും ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇത് നന്നായിട്ട് വേവിച്ചെടുക്കുകയാണ് വേണ്ടത്. കുക്കറിൽ ചെയ്യരുത്. കുക്കറിൽ ചെയ്യുമ്പോൾ ഇത്രയും ടേസ്റ്റ് കിട്ടണില്ല. ഞാൻ ചെയ്ത് നോക്കി. അപ്പോൾ ഒന്ന് അടച്ച് വെച്ചിട്ട് വേവിക്കുക. ഒരു 10 മിനിറ്റൊക്കെ ധാരാളം മതിയാവും. ഇപ്പോൾ ഏകദേശം ഒരു 8 മിനിറ്റൊക്കെ ആയപ്പോൾ ഞാനൊന്ന് തുറന്ന് നോക്കി. അപ്പോൾ നമ്മൾ തേങ്ങ വറുത്തരച്ചതാണല്ലോ, അതുകൊണ്ട് തന്നെ എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. പപ്പായ ഏകദേശം വേവായിട്ടുണ്ട്. നമ്മളിങ്ങനെ ഇതിൽ കാണുമ്പോൾ തന്നെ മനസ്സിലാവും കംപ്ലീറ്റ് ആയിട്ട് വെന്ത് കുഴഞ്ഞിട്ടില്ല. അപ്പോൾ ഒന്നുകൂടി ഒന്ന് വേവിക്കുകയാണ് നല്ലത്. ഞാൻ ജസ്റ്റ് ഒരു 7-8 മിനിറ്റ് ആയപ്പോൾ ഒന്ന് തുറന്ന് നോക്കിയതാണ്. വീണ്ടും അടച്ച് വെച്ച് തന്നെ വേവിക്കുകയാണ്. ഒരു 10 മിനിറ്റൊക്കെ ആയപ്പോൾ തുറന്നു. അപ്പോൾ നമുക്ക് കാണാം നന്നായിട്ട് എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. കറിയുടെ തിക്നെസ് വല്ലാതെ അങ്ങ് കൂടിപ്പോയി കഴിഞ്ഞാൽ കറി ടേസ്റ്റ് ഉണ്ടാവില്ല. പപ്പായയും അതുപോലെ ഗ്രേവി ഇങ്ങനെ വേറിട്ട് നിൽക്കും. അപ്പോൾ അഥവാ വെള്ളം കുറവാണ് തോന്നുകയാണെങ്കിൽ നമുക്ക് ലാസ്റ്റ് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. നന്നായി വെന്ത് കഴിഞ്ഞാൽ മാത്രമേ കറി ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. പപ്പായ നന്നായി വെന്ത് കഴിഞ്ഞാലേ കറി ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. വെന്ത് കുഴഞ്ഞു പോകണമെന്നില്ല, പക്ഷേ വേവണം. അവസാനം ഞാൻ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിപ്പോൾ ഇനി നമ്മൾ ലാസ്റ്റ് കറിയൊക്കെ സാധാരണ വറവിടുന്നത് പോലെ കടുക് പൊട്ടിച്ചിടേണ്ടൊന്നും ആവശ്യമില്ല. കാരണം നമ്മൾ കടുക് ഉലുവയൊക്കെ തുടക്കത്തിലേ പൊട്ടിച്ചതാണ്. അതുകൊണ്ട് ഇനി അതിൻ്റെ ആവശ്യമില്ല. കറി ഒരു ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ തിക്നെസ് ഞാൻ കാണിച്ചു തരാൻ, കണ്ടോ? ഈ ഒരു തിക്നെസ്സിലാണ് ഉണ്ടാവേണ്ടത്. ഒരുപാട് വെള്ളം വേണ്ട. മാത്രമല്ല കറി ചൂടാറിയിട്ട് വരുമ്പോൾ ഒന്നുകൂടി ടൈറ്റായിട്ട് വരികയും ചെയ്യും, തിക്നെസ് കൂടിയിട്ട് വരും. അപ്പോൾ ഇത് നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. അടിപൊളി കറിയാണ് കേട്ടോ. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. നമ്മൾ നല്ലൊരു സ്മെല്ലും കൂടിയാണ് ഈ കറിക്ക്. അപ്പോൾ ഇറച്ചിക്കറിയുടെയൊക്കെ രുചിയിൽ തയ്യാറാക്കാം. വെജിറ്റേറിയൻസിന് കഴിക്കാവുന്ന അടിപൊളി കറിയാണ്. ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക്